ഈ മുഹമ്മദ് ബിജ്ലിയുടെ വീട് എവിടെ? ഇതാ അവിടെ മോളിൽ ചോദിച്ചാൽ മതി. ഹലോ, ഞങ്ങളിവിടെ എത്തി. അലമാരിൽ പാസ്ബുക്ക് ഉണ്ട്. വീട് വെച്ച് തന്നതോടൊപ്പം കുറച്ച് കാശും സർക്കാർ നഷ്ടപരിഹാരമായിട്ട് തന്നു. ഞാനെടുത്തിട്ടില്ല. അത്യാവശ്യം ബാങ്കിൽ കൊടുത്ത് മാറണം. എനിക്കും എന്തെങ്കിലും ജോലിയൊക്കെ നോക്കണം. അപ്പൊ ഉമ്മേനെ ആര് നോക്കും? ഹലോ 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 മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ വളരെ ഭീകരമാണ് എന്നതിന് ആർക്കെങ്കിലും സംശയം തോന്നും എന്നെനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസമില്ല, കാര്യപ്രാപ്തിയില്ല, ലോക പരിചയമോ വിവരവുമില്ല. ഇതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല അവൾക്ക്. അവൾ പഠിച്ചാൽ പ്രതികരിക്കും, പ്രതിഷേധിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ആണുങ്ങളും മൊല്ലാക്കന്മാരും ചേർന്ന് നേതൃത്വം കൊടുക്കുന്ന സമുദായത്തിൻ്റെ അടിത്തറയിളകും. ഇതാണ് കാര്യം. അതിനൊരു മാറ്റം വരണ്ടേ? എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീ പലർക്കും ഇത്ര വലിയൊരു പ്രതിസന്ധിയാകുന്നത്? മുസ്ലിം സ്ത്രീയെ പഠിപ്പിക്കണം, മുസ്ലിം സ്ത്രീയെ രക്ഷിക്കണം, മുസ്ലിം സ്ത്രീയെ ഉദ്ധരിക്കണം. സർക്കാരുകൾക്കും കോടതികൾക്കും ഇത് തന്നെ പറയാൻ നേരമുള്ളൂ. പത്രങ്ങളിലും ടെലിവിഷനിലും സിനിമയിലും, അതിപ്പോൾ കച്ചവട സിനിമയിലായാലും ആർട്ട് സിനിമയിലായാലും ഇതാണ് ഫാഷൻ. എന്നാൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഇത്രയധികം വേവലാതിയുള്ളവർ അതിനകത്തുള്ള ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒരക്ഷരം പറയാത്തത് എന്തുകൊണ്ടാണ്? 5 അപ്പം, ഒരു മുട്ടക്കറി, ഒരു ചായ. 46. ഖദീജ, ഖദീജ, ഖദീജ. ഞാൻ പത്രത്തിൽ നിന്നാണ് വരുന്നത്. ജേർണലിസ്റ്റ് പ്ലീസ്. നിങ്ങൾ നിരപരാധികളാണെന്ന് എല്ലാവർക്കും അറിയാം. ഖദീജ, ഒരു മുട്ടക്കറി.
താങ്ക്സ് താങ്ക്സ് സോ മച്ച്. ഹലോ വിനോദ് വന്നോ? ഇന്ന് തന്നെ സ്റ്റോറി വന്നോ? ആ സാറിന് കൊടുക്ക. ഹലോ സാർ. പറയാം സാർ. അത് കുട്ടിക്കാനത്തുള്ള കന്യാസ്ത്രീയും കൂടെ സഹായത്തിന് പോയ തൊട്ടടുത്ത പള്ളിയിലെ കൊച്ചച്ഛനും കൂടി ഹൈറേഞ്ചിലെ ഗ്രാമത്തിൽ പോയി വരുന്ന രാത്രിയായിരുന്നു. ആരോ കൊച്ചച്ഛൻ്റെ തലയ്ക്കടിച്ച് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു. എതിർ പാർട്ടിക്കാർ പറയുന്നത് മറ്റവരാണെന്നാണ്. മറ്റവർ പറയുന്നത് എതിർ പാർട്ടിക്കാർ കാവ്യവസ്ത്രം ധരിച്ച് വന്നു എന്നാണ്. എന്തായാലും നമ്മുടെ പത്രത്തിലൊക്കെ ന്യൂസ് വന്നിരുന്നു. അതിനിടയിൽ കന്യാസ്ത്രീ ഗർഭിണിയായി. സഭ ആവശ്യപ്പെട്ടിട്ടും കന്യാസ്ത്രീ അബോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. സഭ മുന്നോട്ട് വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ രഹസ്യമാക്കി വയ്ക്കുക പ്രസവം. എന്തായാലും ആരും വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഉമ്മ നാട്ടിൽ പോയി ഉപ്പയുടെ ആണ്ടും ഷാനിൻ്റെ 40 ഒരുമിച്ച് നടത്താം ഉമ്മ. എല്ലാവർക്കും ബിരിയാണി കൊടുക്കാം ഉമ്മ. സാരല്ല ഉമ്മ, സാരല്ല ഉമ്മ. ഉമ്മ സാരല്ല ഉമ്മ. പോട്ടുമ്മ.